ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ISL ആരംഭിക്കുകയാണ്. വരുന്ന 14-ാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. വൈകിട്ട് 5 മണിക്ക് കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ആദ്യ മത്സരത്തിൽ തന്നെ ഒരു കടുത്ത പരീക്ഷണമാണ് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഏതായാലും ഈ സീസണിന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ മോഹൻ ബഗാൻ നേരത്തെ ആരംഭിച്ചിരുന്നു. അവരുടെ പരിശീലകൻ സെർജിയോ ലൊബേറയാണ്. ISLൽ ഒരുപാട് പരിചയസമ്പത്തുള്ള പരിശീലകനാണ് ലൊബേറ. നല്ല രൂപത്തിലുള്ള തയ്യാറെടുപ്പ് ഇപ്പോൾ അദ്ദേഹത്തിന് കീഴിൽ മോഹൻ ബഗാൻ നടത്തിയിട്ടുണ്ട്. ഏതായാലും മോഹൻ ബഗാന്റെ പരിശീലകനായതിനു ശേഷമുള്ള ആദ്യത്തെ പ്രസ് കോൺഫറൻസ് കഴിഞ്ഞ ദിവസം ലൊബേറ സംഘടിപ്പിച്ചിരുന്നു. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിരുന്നു. കൂട്ടത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ് അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതായത് മോഹൻ ബഗാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്നല്ല, മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ക്ലബ്ബ് അത് മോഹൻ ബഗാൻ ആണ് എന്നാണ് ഇപ്പോൾ ലൊബേറ അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: മോഹൻ ബഗാൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നല്ല, മറിച്ച് ഇന്ത്യയിലെ ഏറ്റവും മികച്ച ടീമാണ്. എനിക്ക് ഏറ്റവും മികച്ച രൂപത്തിൽ ടീമിനെ ഒരുക്കാനും അതിനുള്ള സമയവും തയ്യാറെടുപ്പും ഒക്കെ ലഭിച്ചിട്ടുണ്ട്. അക്കാര്യത്തിൽ ഞാൻ ഹാപ്പിയാണ്. ഞങ്ങളാണ് ചാമ്പ്യന്മാർ എന്നുള്ളത് ഒരിക്കൽ കൂടി കളിക്കളത്തിൽ തെളിയിക്കാൻ വേണ്ടി എൻ്റെ താരങ്ങൾ കാത്തിരിക്കുകയാണ്. പക്ഷേ മുമ്പുള്ള സീസണുകളെ പോലെയല്ല, ഇത്തവണ പിഴവുകൾ നമ്മൾ കുറയ്ക്കേണ്ടതുണ്ട്. 1-2 മിസ്റ്റേക്കുകൾ പറ്റിക്കഴിഞ്ഞാൽ കിരീടം വഴുതിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ ജാഗ്രതയോടുകൂടി ഞങ്ങൾ കളിക്കേണ്ടതുണ്ട്. ഇതാണ് മോഹൻ ബഗാന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അതായത് നല്ല രൂപത്തിലുള്ള തയ്യാറെടുപ്പ് നടത്തി കഴിഞ്ഞിട്ടുണ്ട്. തീർച്ചയായും മോഹൻ ബഗാൻ കിരീട ഫേവറേറ്റുകളിൽ ഒന്ന് തന്നെയാണ് എന്നാണ് ഇദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. ഫുൾ സ്ട്രെങ്തോടു കൂടിയാണ് മോഹൻ ബഗാൻ ഇപ്പോൾ കടന്നു വരുന്നത്. എല്ലാ വിദേശ താരങ്ങളെയും അവർക്ക് ലഭ്യമാണ്. അതുപോലെ തന്നെ എല്ലാ ഇന്ത്യൻ താരങ്ങളുമുണ്ട്. ടീമിനകത്ത് കാര്യമായ മാറ്റങ്ങൾ അവർ വരുത്തിയിട്ടില്ല. കഴിഞ്ഞ തവണ ISL ഷീൽഡും കപ്പും സ്വന്തമാക്കിയത് മോഹൻ ബഗാനാണ്. ആ ഒരു ട്രോഫി നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ബഗാൻ ഇപ്പോൾ കടന്നു വരുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.